നീറ്റ് എക്സാം ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചാപ്റ്റർ വൈസ് ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അതിൽ തന്നെ ഫിസിക്സ് നിങ്ങൾക്ക് അറിയാം, എല്ലാവരും ഡിഫിക്കൽട്ടാണെന്ന് പറയും, ബട്ട് നമുക്ക് ഫിസിക്സ് അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല, സിമ്പിളാണ്. നിങ്ങൾ മേ ബി ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവും, ഫിസിക്സ് ഈസ് സിമ്പിൾ ബട്ട് ഫിസിസിസ്റ്റ് ആർ നോട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. തമാശയായിട്ട് പറയുന്നതാണ്. വോട്ട് എവർ, ഫിസിക്സും സിമ്പിളാണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും സിമ്പിളാണ്, ടോട്ടലി നമ്മുടെ സബ്ജക്റ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറയും. സോ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് നല്ല വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പെർസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റി. നിങ്ങൾ ചെക്ക് ചെയ്ത കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ഉറപ്പാണ് ഈ ഒരു റീജിയൻ തന്നെ ഒരു നല്ല വെയിറ്റേജ് കവർ ചെയ്യുന്നുണ്ട്. ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, +2 ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. നമുക്ക് നോക്കാം. ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റേഷ്യോ എടുത്താൽ തന്നെ നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച വർഷങ്ങളുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 8-7 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു റാങ്കിലേക്കുള്ള പ്രോക്സിമിറ്റിയിലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ വരിക. ഓക്കെ അല്ലേ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് 2 ചാപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. യു ക്യാൻ സി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല, ബട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും ചോദിച്ചു. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റി ഓൾമോസ്റ്റ് ഒരു സ്റ്റഡിനെസ് കീപ്പ് ചെയ്യാറുണ്ട്. 3-4 ക്വസ്റ്റ്യൻസ്, 3 or 4 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചാർജിൻ്റെ അട്രാക്ഷൻ റിലേറ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൂളോംസ് ലോ എന്ന് പറയാം. സോ കൂളോംസ് ലോയിൽ ബേസിക്കലി വീണോ നമുക്ക് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ പോസിറ്റീവ് 2 പോസിറ്റീവ് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ, 2 negative charges will also repel each other, a positive and a negative charge will attract each other. നമുക്കറിയാം, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇവർ അട്രാക്ട് ചെയ്യും റിപ്പൽ ചെയ്യും എന്നുള്ള ഫാക്ടറൊക്കെ നമുക്കറിയാം. അങ്ങനെ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കൂളോംസ് ലോ. ഓക്കെ അല്ലേ. സോ കൂളോംസ് ലോ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് and inversely proportional to square of distance between them. So I can say Coulomb's law obeys inverse square law എന്ന് പറയേണ്ടി വരും. ഇതിന് സിമിലർ ആയിട്ടൊരു ലോ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയി ഫോഴ്സ് വരുന്ന ഒരു ലോ നമ്മൾ ഇതിന് മുന്നേയും പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഗ്രാവിറ്റേഷനിൽ ഐ ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു Gm1m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ ഓർ r സ്ക്വയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് 2 ചാർജസ് എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ കൂളോംസ് ലോ ഈസ് അനലോഗസ് ടു നമ്മുടെ ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. റൈറ്റ്. നിങ്ങൾ നോക്കിക്കേ, 2 കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഫൈൻ. ആൻഡ് രണ്ടിലും നമ്മുടെ ഫസ്റ്റ് ഗ്രാവിറ്റേഷനിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന മാസസ് ആണ്. മാസസിൻ്റെ അട്രാക്ഷനെ പറ്റി പഠിക്കുന്നതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് അതിന് സിമിലർ ആയി ചാർജസ് ആണ്. ചാർജസിൻ്റെ പ്രോപ്പർട്ടി, ചാർജ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർജിന് ചുറ്റുമുള്ള സ്പേസ് വി ക്യാൻ കോൾ ആസ് ഇലക്ട്രിക് ഫീൽഡ്. അതിന് സിമിലർ ആയിട്ടുള്ള മാസിൻ്റെ ടേംസ് ആണ് ഗ്രാവിറ്റേഷനെ പഠിക്കുക. സോ യു ക്യാൻ സീ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. സോ ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയറിലാണ് ആൻഡ് ബോത്ത് ഒബേ ദ പ്രോഡക്റ്റ് ഓഫ് മാസസ് അല്ലെ പ്രോഡക്റ്റ് ഓഫ് ചാർജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. യു ഗോട്ട് ദ റിലേഷൻ. ഇവിടെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കാണാറുണ്ട്, ഫോഴ്സിന് ഈ 2 കോൺസ്റ്റന്റിന്റെ റേഷ്യോ ഓർ ദെയർ ഓർഡർ ഒക്കെ ചോദിക്കാറുണ്ട്. 1/4πε0 വാല്യൂ നമുക്ക് അറിയാം, ക്യാപിറ്റൽ ജിയുടെ വാല്യൂ അറിയാം. സോ ഇവരുടെ റേഷ്യോ റിലേറ്റഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. NCERT എക്സസൈസസിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ വാട്ട് എവർ, കൂളോംസ് ലോ ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ആണ്, 2 ടൈനി ചാർജസ്, പോയിന്റ് ചാർജസ്.
So I can say that force is directly proportional to product of their charges and inversely proportional to square of distance between them. So I can write നമുക്ക് F proportional to, I can write F proportional to Coulomb force അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് F എന്ന് കൊടുക്കാം. സോ ഓൾറെഡി ഞാനിവിടെ F ഒക്കെ ഓൾറെഡി എഴുതി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്. സോ F proportional to I can write Q1 Q2 divided by R square ആണ്, where R is the distance between the charges ആണ്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുക, പൊതുവെ എല്ലാവർക്കും ഡൗട്ട് ഒന്നാണ്. സോ ചാർജ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ചാർജ് എന്ന് ചോദിക്കാറുണ്ട്. വേണോ? ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ. സോ ഹിയർ ഐ എം ടേക്കിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ്. ആക്ച്വലി ഞാനിവിടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ചാർജിൻ്റെ വാല്യൂ പൊളാരിറ്റി ഒന്നും എടുക്കണ്ട, -q ആണെങ്കിൽ നിങ്ങൾ q എന്ന് കൊടുത്താൽ മതി. സോ ഹിയർ ഐ എം കാൽക്കുലേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ചാർജസ്. Okay, so I can write F is equal to a constant of proportionality ആണ് ഇവിടെ 1/4πε0 in air or vacuum. അതായത് രണ്ട് ചാർജസും എയർ അല്ലെ വാക്വം ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്താലാണ് എനിക്കിവിടെ കോൺസ്റ്റന്റ് 1/4πε0. ആൻഡ് യു മേ നോ 1/4πε0യുടെ വാല്യൂ എത്ര വരും? 1/4πε0 is equal to 9 × 10⁻⁹ ഒക്കെ വരും. ആൻഡ് ഇവിടുന്ന് ε0യുടെ ഡയമെൻഷൻസ് ഒക്കെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ε0യുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ഞാൻ എന്താണ് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജെയിലെ ഈ വർഷത്തെ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡയമെൻഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഈ വർഷം നിങ്ങൾ മേ ബി പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ വോട്ട് എവർ ഒരു കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ε0യുടെ ഡയമെൻഷനായി എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഓർമ്മയില്ലെങ്കിൽ വാട്ട് ഐ വിൽ ഡു, ജസ്റ്റ് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ വാല്യൂസിൻ്റെയും ഡയമെൻഷൻസ് ഒന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. സോ വാട്ട് യു വിൽ ഡു, ജസ്റ്റ് റീഅറേഞ്ച് ദ ഇക്വേഷൻ ആൻഡ് യു ക്യാൻ റൈറ്റ് ε0 is equal to, how can I write, Q1 Q2 divided by FR² എന്ന് എഴുതാം. റൈറ്റ്, Q എന്ന് പറയുന്നത് ചാർജാണ്. Q is equal to IT എന്ന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ആംപിയർ ടൈം or AT. So again രണ്ടെണ്ണം ഉണ്ടല്ലോ, സോ സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫിൻ്റെ ഡയമെൻഷൻ mLT⁻² ആണ് ആൻഡ് ആർ ഡിസ്റ്റൻസ് ആണ്. സോ ഐ ക്യാൻ പുട്ട് L². സോ വാട്ട് ഐ എം ഗെറ്റിംഗ് m⁻⁻1 L⁻⁻3 T വരുമ്പോൾ T⁻⁻2 ഒരു +2 ന്യൂമറേറ്റർ വരുമ്പോൾ T⁻⁴ എന്ന് കിട്ടും. കറക്റ്റ് ആണോ? സോ ഡയമെൻഷൻ ഓഫ് ε0 Q1 Q2 ഡിവൈഡഡ് ബൈ F × R² വരും. ഞാൻ എന്താ ഈ 1/4π എടുക്കാതിരുന്നത്? കോൺസ്റ്റൻ്റ് അല്ലേ, പൈക്കൊന്നും യൂണിറ്റ് ഇല്ലല്ലോ, യൂണിറ്റ്ലെസ് ആണ്. സോ Q is equal to IT, ചാർജ് Q is equal to IT എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം, കറണ്ട് ഇൻറ്റു ടൈം. സോ IA × T, ആംപിയർ ഇൻറ്റു ടൈം, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് സ്ക്വയർ കൊടുത്തു. ഫോഴ്സ് mL² T⁻⁻2 ഇൻറ്റു L² കൊടുത്തു, L³ വന്നു, ന്യൂമറേറ്ററിലെത്തിയപ്പോൾ L⁻⁻3. ഓക്കെ അല്ലേ? യെസ്. സോ ഇങ്ങനെ ഏത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഏത് ക്വാണ്ടിറ്റിയുടെ വേണമെങ്കിലും ഡയമെൻഷനോ യൂണിറ്റോ ചോദിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഇഫ് ദർ ഈസ് എ മീഡിയം, കൂളോം ഫോഴ്സ് ഞാൻ പറഞ്ഞു എയർ ഓർ വാക്വം ആണ്, ഐ ക്യാൻ റൈറ്റ് F is equal to 1/4πε0 Q1 Q2 by R² ആയിരിക്കും. ഇനി ഈ ചാർജസ് സപ്പോസ് ഇഫ് ദ ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ എ മീഡിയം എന്ന് ചോദിക്കാം. So do remember, gravitational force ആണെങ്കിലോ ഐ എം കണക്ടിങ് ദ ചാപ്റ്റേഴ്സ്, ബിക്കോസ് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന ഓരോ ചാപ്റ്ററിനെ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ്ലി പഠിക്കേണ്ട കാര്യമില്ല, പലതും കണക്റ്റഡ് ആണ്. സോ ഗ്രാവിറ്റേഷനിൽ ഞാൻ എന്തൊക്കെ പഠിക്കുന്നു അതിന് സിമിലർ ആയിട്ടുള്ള എല്ലാ ടേംസും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, ചെക്ക് ഇറ്റ് ജസ്റ്റ്. അവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ എല്ലാ ടേംസിനും റിലേഷൻസ് ഉണ്ട്. സോ ഹിയർ ഐ എം സെയിങ്, നമ്മൾ എന്താ പറഞ്ഞിട്ടിരുന്നത്, ചാർജസ് ആർ കെപ്റ്റ് ഇൻ എ മീഡിയം, ഒരു മീഡിയത്തിൽ ചാർജസ് വെക്കുകയാണെങ്കിൽ ഇവിടെ കൂളോം ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിക്രീസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡിക്രീസസ് ആവുകയെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു മീഡിയം ഉണ്ട്, മീഡിയം ഈസ് ഹാവിങ് എ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ, സോ ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ, നമ്മൾ നോർമലി എഴുതുക F is equal to 1/4πε0 Q1 Q2 by R² എന്ന ഇക്വേഷൻ എഴുതാം. ബട്ട് ഇവിടെ ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ചേഞ്ച് ദ ഇക്വേഷൻ, ആ ε0യുടെ കൂടെ ഒരു കെയും കൂടെ കൊടുക്കുക. So I am getting the equation 1/4πε0, here I have written the equation 1/4πε0 into K വരും, Q1 Q2 by R². So in a medium you have to put instead of ε0 ഒരു കെയും കൂടെ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം, വാട്ട് അബൌട്ട് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്?
if the two masses are kept in a medium, what change will happen to the gravitational force? പറയാൻ പറ്റുമോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ചേഞ്ച് ഒന്നുമില്ല. അയ്യോ ഞങ്ങൾ ഇന്ന് ഗ്രാവിറ്റേഷൻ പഠിക്കുന്നില്ലെന്നല്ല, കണക്ട് ദ ചാപ്റ്റേഴ്സ്, കണക്ട് ദ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീഡിയം വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിൽ ഡിക്രീസസ്. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യാ, so the magnitude of electrostatic force between 2 point charges separated by a distance r is f. Fine. If the distance between the charges is doubled, charge double ചെയ്തു, so then the new electrostatic force will be. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടില്ലേ? ബട്ട് എനിവേ ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. സോ ഫസ്റ്റ് ടൈം റൈറ്റിംഗ് ഇവർ ഇനീഷ്യലി പറഞ്ഞിരിക്കുന്ന ഫോഴ്സ്, സോ വിച്ച് ഈ 1/4πε0 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? സോ എനിക്ക് കെ എന്ന് എഴുതാമല്ലോ. കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² ഇസ് ഈക്വൽ ടു എഫ് എന്ന് ഗിവൺ ആണ്. സോ നൗ ഇവർ ആർ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഡബിൾഡ് എന്ന് തന്നിട്ടുണ്ട്. സോ ന്യൂ ഫോഴ്സ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു, ചാർജിനൊന്നും ചേഞ്ച് ഇല്ല, Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്ത 2r² വന്നു. So 2r² വന്ന് I can write k Q1 Q2 divided by 4r². So I am getting the equation initially f divided by 4 എന്ന് ആൻസർ കിട്ടും. കിട്ടിയോ? ഇത് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നിങ്ങൾ അതിന് മുന്നേ ഈവൻ ഇഫ് യു ആർ റീഡിങ് ദ ക്വസ്റ്റ്യൻ ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ആൻസർ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ഫോഴ്സിൻ്റെ ബൈ ഡിവൈഡഡ് ബൈ 4 ആവുക. ഈ പാറ്റേണിൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ചാർജ് ഡബിൾ ചെയ്തു, ഡിസ്റ്റൻസ് ഡബിളോ ഹാഫോ ട്രിപ്പിളോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്ത് ചോദിക്കാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യെസ്. സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന്. ചാർജസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇലക്ട്രിക് ഡൈപോൾ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള എന്നാൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ചാർജസിനെ നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സോ ദാറ്റ് ഐ എം കോളിങ് ആസ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള, ഒന്ന് ക്യൂ ആണ്, അടുത്തത് -q. അങ്ങനെ രണ്ട് ചാർജസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെപ്പറേഷനിൽ പ്ലേസ് ചെയ്ത ഐ ക്യാൻ കോൾ ദാറ്റ് ആസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. സിംപ്ലി ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ എനിക്കൊരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അവിടെയും പഠിക്കുന്നുണ്ടല്ലേ മാഗ്നറ്റിസത്തിൽ? യെസ്, ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ആ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇൻറ്റു magnitude of any one of the charge ആണ്. So I can write electric dipole moment is equal to distance between the two charges. Distance between the two charges multiplied with magnitude of any one of the charge. രണ്ടിനും സെയിം ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. സോ യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ഡിസ്റ്റൻസ് സെപ്പറേഷൻ. ഡിസ്റ്റൻസിനെ നമ്മൾ നോർമലി 2a എന്നാണ് വിളിക്കുക. ഇത് കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മേ ബി ഒരു ക്വസ്റ്റ്യന് നിങ്ങളോട് പറയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ഈസ് a എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വിൽ ബി a ഇൻറ്റു q എന്ന് വരും. അതായത് നമ്മുടെ ഈ രണ്ട് ചാർജസിൻ്റെ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് എന്ന് മാത്രമേ ഉള്ളൂ ഈ 2a-ക്ക്. അല്ലാതെ 2-ന് പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓക്കെ അല്ലേ? യെസ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു ടേം ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഫോർ എ പോസിറ്റീവ് ചാർജ് ഐ നോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ മൂവ് അവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് എന്നൊക്കെ പറയാറില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ മൂവ് അവേ ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് കമ്മിങ് ടുവേർഡ്സ് എ നെഗറ്റീവ് ചാർജ് നമ്മൾ പറയാറില്ലേ? നെഗറ്റീവ് എന്നല്ല, പോസിറ്റീവ് എന്ന് ടുവേർഡ്സ് നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും അല്ലേ? ബട്ട് ഇതിൻ്റെ നേരെ റിവേഴ്സ് കേസാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം എവിടെ നിന്നാണെന്നറിയോ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. സോ ഐ ക്യാൻ സേ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ വെക്റ്റർ ആണ് ഐ എം സേയിങ്. ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ വെക്റ്റർ ഈസ് ഫ്രം എവിടെ നിന്നാ? ഇലക്ട്രിക് ഡൈപോൾ വെക്ടറിൻ്റെ p ആണ്. ഡിറക്ഷൻ ഈസ് ഫ്രം -നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ നോർമലി ഇലക്ട്രിക്, ഞാനിത് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ബട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം ഓർ ഡൈപോൾ വെക്ടർ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ആണ്. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും.
ഓക്കെ അല്ലേ? വേറെ ഒന്നും എനിക്കിവിടെ പറയാനില്ല. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഡിറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജ്. ഓക്കെ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബൌട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഏതാണ് റോങ് ഓപ്ഷൻ? So dimension of electric dipole moment is LTA ആണോ? എനിക്കറിയില്ല. So let's write the equation for electric dipole moment. Electric dipole moment is equal to 2A into Q. 2A എന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ എനിക്ക് L എന്ന് എഴുതാം. ചാർജ് Q is equal to IT or AT എന്ന് എഴുതണം. So AT. So LAT ഇത് കറക്റ്റ് അല്ലേ? ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് LTA എന്നുള്ളത് കറക്റ്റ് ആണ്. LTT ഒന്നുമല്ല, LTA കറക്റ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളോം മീറ്റർ. കറക്റ്റ് ആണോ? ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്, ഡിസ്റ്റൻസ് മീറ്റർ ആണ്. സോ കറക്റ്റ് ആണ് അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളോം മീറ്റർ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫൈൻ. ഡിറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അതും കറക്റ്റ് ആണ് അല്ലേ? സോ ഇത് കറക്റ്റാ, ഇത് കറക്റ്റാ. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡൈപോൾ മൊമെന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. തെറ്റാ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ചാർജ്, അത് തെറ്റാ. എനിവേ നോക്കണ്ട അല്ലേ? സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് കിട്ടുക. നമ്മൾ റീഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നില്ലേ? യെസ്. ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് റിലേറ്റഡ് ഒരു ഇക്വേഷൻ അറിയാം, അവിടുന്ന് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങളോട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. സോ ഞാൻ പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു QVB. സോ ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. F is equal to QVB ഇക്വേഷൻ, ഫോഴ്സ് ഈക്വൽ ടു QVB എന്ന് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓംസ് ലോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓംസ് ലോയിൽ പറയുക ഒരു കണ്ടക്ടർ കണക്റ്റഡ് ടു എ സെല്ലാണ്. സോ നമുക്കറിയാം ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴേക്കും ആ കറണ്ടും വോൾട്ടേജും എനിവേ ഈക്വൽ ആയിരിക്കില്ല. So they are proportional ആയിരിക്കും. So I have to say ഞാനൊരു 10 volt battery is connected to a particular resistor. So I'm not supposed to say that current passing through it will be 10 ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. 10 volt battery കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടും 10 ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. So they are connected. ആ കണക്ഷനെ റിലേറ്റഡ് ആണ് നമ്മുടെ ഓംസ് ലോ വരിക. V directly proportional to I. That means potential difference between the two ends of a resistor is directly proportional to current passing through it. V proportional to current. വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. നിങ്ങൾക്കറിയാം ഇത് എനിക്ക് എല്ലാ മെറ്റീരിയൽസിനും ഒന്നും ആപ്ലിക്കബിൾ അല്ല. സർട്ടൻ മെറ്റീരിയൽസ് മാത്രമേ ഈ ഓംസ് ലോ അല്ലെ വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് ഒബേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓമിക് കണ്ടക്ടേഴ്സ് എന്നും. ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും നമുക്കറിയാം. സോ ഇവിടുത്തെ ആ കോൺസ്റ്റന്റ് പ്രപ്പോർഷണൽ അല്ലേ? സോ ഇവിടെ വരുന്ന ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. സോ V is equal to I into R or R into I. ഓക്കെ. സോ ഈ ആറിനെ നമ്മൾ എന്ത് വിളിച്ചു? റെസിസ്റ്റൻസ് എന്ന് വിളിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒരു ഒപ്പോസിഷൻ അല്ലെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊടുക്കുകയാണ് നമ്മുടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി ചെയ്യുക. സോ അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആ കണ്ടക്ടറിലെ വില്ലനാണ് റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറയേണ്ടി വരും. വോട്ട് എവർ ആ കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആരോ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുന്ന ഏത് ഡിവൈസാണ്? വോൾട്ട് മീറ്ററാ, യൂണിറ്റ് വോൾട്ട് ആണ്. കറണ്ട് മെഷർ ചെയ്യുന്ന നമ്മുടെ അമ്മീറ്റർ ആണ്, യൂണിറ്റ് ആംബിയർ ആണ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പല ഡിവൈസ് ഉണ്ട്, മൾട്ടിമീറ്റർ ഒക്കെ ഉണ്ട്, ബട്ട് അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. സോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓംസ് ആണെന്ന് അറിയാം അല്ലേ? യെസ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ബട്ട് ഈ കോൺസ്റ്റന്റ് ആയ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. സോ R is equal to rho L by A നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സോ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്. സോ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഐ ഹാവ് 2 കണ്ടക്ടേഴ്സ്, ഒരു ലെങ്ത് ഡിഫറെൻ്റ് ആവും. ഒന്നിൻ്റെ ലെങ്ത് L-ഉം അടുത്ത 2L ആണ്. സെയിം മെറ്റീരിയൽ ആണ്, സെയിം ഏരിയ ഒക്കെയാണ്. സോ ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ലെങ്ത് കൂടിയ റെസിസ്റ്റൻസും കൂടും. Okay, so it directly proportional to length ആണ് and inversely proportional to area of cross section ആണ്. Also it depends upon temperature ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് upon ടെമ്പറേച്ചർ ആണ് നമുക്കറിയാം, റൈറ്റ്?
ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് മെറ്റീരിയൽ. ഒബ്വിയസ്ലി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. റോ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിനെ ഞാൻ പറഞ്ഞ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. ആ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഐ മീൻ അലുമിനിയത്തിന് റെസിസ്റ്റിവിറ്റി, അങ്ങനെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് റോ റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ഷോൺ ഇൻ ഫിഗർ ദ EMF ഓഫ് എ സെൽ ഈസ് 5 volt. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഈസ് 0. നന്നായി, ആ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല, സോ അതിനെപ്പറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. റീഡിംഗ് ഓഫ് ദി ഐഡിയൽ വോൾട്ട് മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു 5 volt സെല്ലുണ്ട്. ഓക്കെ, ഒരു 10 ohm ഉണ്ട്, ഒരു 30 ohm ഉണ്ട്. ഫൈൻ. സോ ദേ ആർ കണക്റ്റഡ്. സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പറയുമോ ദൈവമേ ഒരു സീരീസ് ആണോ പാരലൽ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആവണ്ട. അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിനിടയ്ക്കൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സീരീസ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയേ, അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ട് മീറ്റർ ഐഡിയൽ വോൾട്ട് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ്, ഈ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ കേസിൽ അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ ഇതിന് റെസിസ്റ്റൻസ് 0 ആണെന്ന് നമ്മൾ എടുക്കുക ഐഡിയൽ ആയതുകൊണ്ട്. അത് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല. സോ നമ്മുടെ 10 ഉം 30 എങ്ങനെയാ? ദേ ആർ ഇൻ സീരീസ് ആണല്ലേ. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് ആർ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റേഴ്സ് സീരീസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണ്. ഐ ക്യാൻ റൈറ്റ് ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു R1 + R2 ആണ്. സോ 10 + 30 40 ohm എനിക്ക് ഡയറക്റ്റ് കിട്ടും. റെസിസ്റ്റൻസ് അല്ല എന്നോട് ചോദിക്കണം, എന്താണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ റീഡിംഗ് ഓഫ് ദി വോൾട്ട് മീറ്ററാണ് ചോദിക്കാം. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് കറണ്ട് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R ആണ്, ഓംസ് ലോ. സോ V ഈസ് 5 ആണ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് 40 ആണ്. ഫൈൻ. ഓക്കെ, ഡിവൈഡ് ചെയ്യേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ആംബിയസ് കിട്ടി. കറണ്ടും അല്ല എനിക്ക് വേണ്ടത്, എന്താണ് വേണ്ടത്? വോൾട്ടേജ് ആണ് വേണ്ടത്. വോൾട്ടേജ്, റീഡിംഗ് ഓഫ് ഐഡിയൽ വോൾട്ട് മീറ്റർ. സോ അവർ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ്. എവിടെയാണ് നമ്മുടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്? സോ ഐ ക്യാൻ സേ അവർ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ദ 30 ohms. അവിടെ കൊടുത്തിരിക്കുന്ന ആ 30 ohmന് എക്രോസ് ആണ് നമ്മുടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ വോൾട്ട് മീറ്ററിലെ റീഡിംഗ് വിൽ ബി ദ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 30 ohm. റൈറ്റ്. സോ 30 ohmന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ഐ ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഇവർ സീരീസ് ആയതുകൊണ്ട് ഈ സർക്യൂട്ടിൽ ഫുള്ള് പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് ഈക്വൽ ടു 5/40 ആണ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 30 ആണ്. 0 0 കട്ട് ചെയ്യുന്നു ആൻഡ് ഐ എം ഗെറ്റിംഗ് 15 ഡിവൈഡഡ് ബൈ 4 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് സർക്യൂട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. റൈറ്റ്. സോ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ്. അവർ സീരീസ് ആണ് ബിക്കോസ് അവർക്ക് എക്രോസ് ആയിട്ട് വേറൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ബട്ട് ആ വോൾട്ട് മീറ്ററിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല. പാവം വോൾട്ട് മീറ്റർ ഐഡിയലാണ്. സോ റെസിസ്റ്റൻസ് ഒന്നുമില്ല. സോ ദേ ആർ ഇൻ സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കിട്ടുന്നു. സോ കറണ്ട് കിട്ടിയ ഐ ക്യാൻ കാൽക്കുലേറ്റ് വോൾട്ടേജ് അക്രോസ് ഏത് റെസിസ്റ്റൻ്റ് വേണമെങ്കിലും എനിക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. V ഈസ് ഈക്വൽ ടു IR. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ഓംസിലോടെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു റെസിസ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാണ്, കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ടേംസ് ആണ്, അല്ലെങ്കിൽ ആശാന്മാരാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയേണ്ടി വരും. ആ റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ഫിഗറൊക്കെ വെറുതെ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഈ റെസിസ്റ്റേഴ്സ് ജസ്റ്റ് ഓഫറിങ് സം ഒപ്പോസിഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെസിസ്റ്റേഴ്സ് ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റേഴ്സ്. സോ ഇനി നമ്മൾ കാണുന്ന ഈ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് നമ്മൾ കുറേ സീരീസ് ആൻഡ് പാരലൽ കാണുന്നുണ്ട്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ ഒരുപാട് കോമ്പിനേഷൻസ് കാണുന്നുണ്ട്. റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, സെൽസിൻ്റെ കോമ്പിനേഷൻ, വോട്ട് ടു സേ, ഇൻഡക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ, കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, ദെൻ വോട്ട് എൽസ്, ഒരുപാട് സ്പ്രിങ്ങിൻ്റെ കോമ്പിനേഷൻ, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് പഠിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരെല്ലാം കണക്റ്റഡാണ്. നിങ്ങളൊന്ന് ഒറ്റ തവണ ഇവരെല്ലാം ഒന്ന് ഒരു പേപ്പറിലേക്ക് നോട്ട് ചെയ്യുക. എല്ലാ കോമ്പിനേഷനും ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കുന്ന എല്ലാ കോമ്പിനേഷനും ഒന്ന് നോട്ട് ചെയ്യുക. ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് എല്ലാം ഒരു തവണ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവില്ല, അയ്യോ ഇവിടെ 1/R ആണോ, R ഇഫക്റ്റ്, അങ്ങനെ ഒരു കൺഫ്യൂഷനും വരില്ല. സോ ഇന്ന് തന്നെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു നോട്ടിലേക്കോ ഇക്വേഷൻ ബുക്കിലേക്കോ എല്ലാ കോമ്പിനേഷൻസും ഒന്ന് ചെയ്ത് ചാപ്റ്റർ വൈസ് നിങ്ങൾ എഴുതുന്നുണ്ടാവും, അത് ഫൈൻ, ബട്ട് എല്ലാ ചാപ്റ്റേഴ്സിലെ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ചെയ്ത്. ഓക്കെ അല്ലേ? യെസ്.
ഇനി നമുക്ക് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിന്റെ കേസാണ് പറയാം. സോ റെസിസ്റ്റേഴ്സ് സീരീസ് ആണ്, വോട്ട് എവർ ഏത് സംഭവമാണെങ്കിലും കപ്പാസിറ്ററോ റെസിസ്റ്ററോ എന്താണെങ്കിലും സീരീസ് ആണെങ്കിൽ കറണ്ട് വിൽ ബി സെയിം ആയിരിക്കും. ആൻഡ് ഇവർക്ക് എക്രോസ് ആയിട്ടുള്ള R1 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും R2 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും R3 എക്രോസ് ആയതും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. ആ കേസിൽ ഇവിടെ R effective ഈസ് ഈക്വൽ ടു ഐ ക്യാൻ റൈറ്റ് R1 പ്ലസ് R2 പ്ലസ്, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. R effective ഈക്വൽ ടു സീരീസ് ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് അങ്ങനെ ചെയ്താൽ മതി. സോ സപ്പോസ് N ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിലോ, N ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഹൗ ക്യാൻ ഐ റൈറ്റ് ദ ഇക്വേഷൻ? N ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് R effective ഈസ് ഈക്വൽ ടു NR, R പ്ലസ് R പ്ലസ് R പ്ലസ് R. സോ ഐ ക്യാൻ റൈറ്റ് NR ആയിരിക്കും R effectiveൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി അതേപോലെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ വരുന്നു, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 1/R effective ഈക്വൽ ടു എത്ര വേണേ വന്നോട്ടെ 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര ആയിരിക്കും. ആൻഡ് ഈ കേസിൽ തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ അറിയാം. 2 റെസിസ്റ്റേഴ്സ് ആണ്, യു ക്യാൻ റൈറ്റ് R effective ഈക്വൽ ടു, രണ്ടെണ്ണം ഉള്ളെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. ഇനി 3 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് R effective ഈക്വൽ ടു, ഇത് നോക്കി എഴുതാം, R1 R2 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയാൻ തോന്നും, ബട്ട് അങ്ങനെയല്ല. എങ്ങനെയാ? R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1, ആ ഒരു സൈക്ലിക് ഓർഡറിൽ പോയാൽ മതി, R3 R1 ആയിരിക്കും. ഇനി അതേപോലെ N ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് N ഈക്വൽ റെസിസ്റ്റേഴ്സ്, ദെൻ ഐ ക്യാൻ റൈറ്റ് ഇക്വേഷൻ വിൽ ബി R effective ഈക്വൽ ടു, ഹൗ ക്യാൻ ഐ റൈറ്റ് R effective ഈക്വൽ ടു, ഇവിടെ R ഡിവൈഡഡ് ബൈ N ആയിരിക്കും. സോ സപ്പോസ് 10 ഈക്വൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ആണ്, സോ R effective ഈക്വൽ ടു R/10. ഓക്കെ അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. യെസ്, ഇവിടെ വേറെ ഒന്നും പറയാനില്ല, പാരലൽ കോമ്പിനേഷൻ ആണ്. ഇവിടെ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് വോൾട്ടേജ് അക്രോസ് ഓൾ ദ റെസിസ്റ്റേഴ്സ് വിൽ ബി സെയിം ആയിരിക്കും. അത് എല്ലാ പാരലൽ കോമ്പിനേഷനും അങ്ങനെ തന്നെ ആയിരിക്കും, സെല്ലോ റെസിസ്റ്ററോ വോട്ട് എവർ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 resistors 1 ohm, 2 ohm, 3 ohm are connected in series ആണ് across a battery of EMF 12 volt. The ratio of potential drop across 2 ohm and 3 ohm. എനിക്കിത് ആദ്യം കണ്ടപ്പോൾ കുറേ എന്തൊക്കെയോ ചെയ്യാൻ തോന്നിയായിരുന്നു. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഫൈൻ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് ടു സേ കറണ്ട് പാസിംഗ് ത്രൂ ഓൾ ദി റെസിസ്റ്റേഴ്സ് വിൽ ബി സീരീസ് കോമ്പിനേഷൻ അല്ലേ, കറണ്ട് പാസിംഗ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ് വിൽ ബി സെയിം ആയിരിക്കും. കറണ്ട് പാസിംഗ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ് വിൽ ബി സെയിം ആയിരിക്കും, സീരീസ് കോമ്പിനേഷൻ ആണ്. കറണ്ട് സെയിം ആണ്, ഓരോന്നിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സോ ദിസ് ഈസ് R1, ദിസ് വിൽ ബി R2, ആൻഡ് ഇഫ് ദിസ് ഈസ് R3, R1 R2 R3 ഇവരൊക്കെ സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. സോ സീരീസ് ആണെങ്കിൽ കറണ്ട് വിൽ ബി സെയിം, ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, എല്ലാവരിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആണെങ്കിൽ ഐ ഹാവ് ടു റൈറ്റ് ഇവിടുത്തെ വോൾട്ടേജ് അക്രോസ് V1, വോൾട്ടേജ് അക്രോസ് R1 ഈക്വൽ ടു IR1 ആയിരിക്കും, റൈറ്റ്. വോൾട്ടേജ് അക്രോസ് R2 ഈസ് ഈക്വൽ ടു IR2 ആയിരിക്കും. സോ വോട്ട് ഐ നീഡ് R3 R4 എനിക്ക് വേണ്ടത്, ഐ മീൻ V3 ഈസ് ഈക്വൽ ടു IR4 ആയിരിക്കും. ഇത്ര ഒന്നും എഴുതണ്ട. സോ വോട്ട് ഐ നീഡ് വോൾട്ടേജാണ് വേണ്ടത്. വോൾട്ടേജ് അക്രോസ് 2 ohmഉം വോൾട്ടേജ് അക്രോസ് 3 ohmഉം. വോൾട്ടേജിനെ ഐ ക്യാൻ റൈറ്റ് ആസ് I ഇൻറ്റു R1 R. സോ ഇവിടെയും I ഇൻറ്റു 3. സോ ക്യാൻസലിങ് വാട്ട് ഐ എം ഗെറ്റിംഗ് 2/3 എന്ന് ആൻസർ കിട്ടുന്നു. ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ടത് എനിക്കറിയാം. ഇനി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് പറഞ്ഞാൽ എടാ കറണ്ട് സെയിമാണ്, കറണ്ട് സെയിം ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ദാറ്റ് മീൻസ് അവരുടെ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദയർ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. ഐ മീൻ അവരുടെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്ന് അവരുടെ വോൾട്ടേജിൻ്റെ റേഷ്യോ. ക്ലിയർ അല്ലേ? കറണ്ട് സെയിം ആണെങ്കിൽ കേട്ടോ, സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ. ഓക്കെ, പോട്ടെ. സോ കറണ്ട് വേണേൽ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചെയ്യാം, ബട്ട് ഒരു ആവശ്യമില്ല. വെറുതെ നിങ്ങൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കളയണ്ട. കറണ്ട് ക്യാൻസൽ ആയി പോകുമ്പോൾ ന്യൂമറേറ്റ് റേഷ്യോ ആണല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ കറണ്ട് ക്യാൻസൽ ആയി പോകും. ഇനി സപ്പോസ് വോൾട്ടേജിൻ്റെ വാല്യൂ ഒക്കെ ചോദിക്കുന്നെങ്കിൽ കറണ്ട് കണ്ടുപിടിച്ച് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ ചെയ്യാം. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ ടു അവർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. വളരെ വോട്ട് ടു സേ ഒരു മാജിക്കൽ സർക്യൂട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അതായത് 4 റെസിസ്റ്റേഴ്സ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഞാനിങ്ങനെ കണക്ട് ചെയ്യുക, ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ റെസിസ്റ്റേഴ്സിൻ്റെ റേഷ്യോ ഒരു പെർട്ടിക്കുലർ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സേ കറണ്ട് പാസിംഗ് ത്രൂ ദ മിഡിൽ വൺ വിൽ ബി 0 ആയിരിക്കും.
സോ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി നമുക്ക് എന്താ ഇവിടെ നടക്കുന്നത് നോക്കാം. ഇവിടെ നിന്ന് വരുന്ന കറണ്ട്, സോ കറണ്ട് ഈസ് ഇങ്ങനെ പാസ് ചെയ്തു, ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സപ്പോസ് കറണ്ട് ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് I1 ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് ഇത് I ആണെങ്കിൽ ഐ ഹാവ് ടു റൈറ്റ് I മൈനസ് I1 ആയിരിക്കും. ജംഗ്ഷൻ റൂൾ അല്ലേ, ജംഗ്ഷനിലെത്തി I ഗെറ്റ് സ്പ്ലിറ്റഡ് ഇൻറ്റു I1 റിമൈനിങ് I മൈനസ് I1 ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. സപ്പോസ് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് പോയിന്റ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആണെങ്കിൽ അതുവഴി കറണ്ട് പാസ് ചെയ്യില്ല എന്ന് നമുക്ക് പറയും. വോൾട്ടേജ് 0 ആവുന്ന എപ്പോഴാണെന്നറിയോ, ഈ പോയിന്റിലെ വോൾട്ടേജും ഈ പറയുന്ന പോയിന്റിലെ വോൾട്ടേജും സെയിം ആയിരിക്കും, റൈറ്റ്? സോ ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ. സോ നമുക്കറിയാം ഇവിടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കേസാണ്. ഐ ഹാവ് ടു റൈറ്റ് R1/R3 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ RX. കറക്റ്റ് അല്ലേ? R1/R3 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ RX. ഇതിനെ ഞാനൊന്ന് തിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതിയാൽ കറക്റ്റ് ആണോ? R1 ഡിവൈഡഡ് ബൈ R2, ദിസ് ബൈ ദിസ് ചെയ്താലോ? R1/R2 ഈസ് ഈക്വൽ ടു R3 ഡിവൈഡഡ് ബൈ RX എന്ന് എഴുതിയാൽ തെറ്റാണോ? ഓ ശരിയാണോ? സെക്കൻഡ് ഇക്വേഷൻ അതും കറക്റ്റ് ആട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം അവരുടെ റേഷ്യോ. ആ ഒരു ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഐ മീൻ ഐദർ R1/R2 ഈക്വൽ ടു R3/R4 അല്ലെങ്കിൽ ദിസ് വൺ ബൈ ദിസ് വൺ ഈക്വൽ ടു ദിസ് വൺ ബൈ ദിസ്. എങ്ങനെ എടുത്താലും നമുക്ക് ആ റേഷ്യോ നോക്കിയാൽ മതി. സോ ഇഫ് ദിസ് റേഷ്യോ R1/R2 ഈക്വൽ ടു R2/RX ആണെങ്കിൽ then I can write current passing through the middle one will be, or if a galvanometer is connected, current passing through the galvanometer will be 0 ആയിരിക്കും. എപ്പോഴും current passing through the galvanometer 0 ആയിരിക്കില്ല. 0 ആയിരിക്കും എപ്പോഴാണ്? if the resistors are following this ratio. അവർ ഈ റേഷ്യോ ഒബേ ചെയ്യുമ്പോൾ മാത്രം I can say current passing through the galvanometer will be 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ 0 ആണ്. പിന്നെ ആ സർക്യൂട്ടിലെ ആ മിഡിൽ വൺ ഞാൻ കൺസിഡർ ചെയ്യേണ്ട, അതില്ല എന്ന് വെച്ചിട്ട് ഐ ക്യാൻ ഡു ദ സർക്യൂട്ട്, റൈറ്റ്? സോ നമുക്കൊരു ഓക്കെ. സോ കറണ്ട് I മൈനസ് I1 ആണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏത് പോയിന്റിലാണ് R1 R2 ഈക്വൽ ആവുക മീൻസ് R1 R3 തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആവുക മീൻസ്, എടാ ഇത് റേഷ്യോ ഈക്വൽ ആവുകയാണ് ഈ രണ്ട് പോയിന്റിലെയും വോൾട്ടേജും എങ്ങനെ തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെയാണിത് കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ 0 ആവുന്നത് എന്നുള്ള പോയിന്റാണ് ഞാനിവിടെ പറയുന്നത്. സോ I കറണ്ട് ആ ജംഗ്ഷനിൽ എത്തുന്നു, ഗെറ്റ് സ്പ്ലിറ്റഡ് ഇൻറ്റു I ആൻഡ് I മൈനസ് I1 ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഐ ക്യാൻ സേ വോൾട്ടേജ് വിൽ ബി, ആ പോയിന്റിലെ വോൾട്ടേജ് വിൽ ബി I1 ഇൻറ്റു R1 ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ഈ പോയിന്റിലെ വോൾട്ടേജ് V. സോ ഐ ക്യാൻ റൈറ്റ് വോൾട്ടേജ്, സോ ഐ ഹാവ് ടു ചേഞ്ച് ദ കളർ. സോ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു R1 ആയിരിക്കും. വോൾട്ടേജ് V2 is equal to I മൈനസ് I1 ഇൻറ്റു R2 ആയിരിക്കും. വോൾട്ടേജ് V1 V2. ഓക്കെ. സോ V1 V2 എന്തായിരിക്കും? I1 ഇൻറ്റു R1 I മൈനസ് I1 ഇൻറ്റു R2 ആയിരിക്കും. ഈ R1 R2 ഒരു റേഷ്യോ ഫോളോ ചെയ്യുകയാണെങ്കിൽ V1 V2 അല്ലെങ്കിൽ ആ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഐ ക്യാൻ സേ കറണ്ട്, ആ മിഡിൽ വണ്ണിൻ്റെ കറണ്ട് I1 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മിഡിൽ പോർഷനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെയാണ് വന്നത്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇഫ് ഐ എം സെയിങ്, എടാ ഒരു ക്യൂരിയോസിറ്റിക്ക് പറഞ്ഞ ഈ പോയിന്റിലെ വോൾട്ടേജും ഈ രണ്ട് പോയിന്റിലെ വോൾട്ടേജും തമ്മിലുള്ള ആ രണ്ട്, ഐ മീൻ റെസിസ്റ്റർ ഗെറ്റ് ഡിവൈഡ് രണ്ട് പോയിന്റ് ആയിട്ട് മാറുക. സോ സപ്പോസ് ഐ എം സെയിങ് ഇത് 1 2 3, V2 മൈനസ് V1 V3 മൈനസ് V1 സെയിം ആവുന്ന സിറ്റുവേഷനിൽ ദർ ഈസ് നോ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഇറ്റ്. സോ അത് തന്നെ നമ്മൾ പറഞ്ഞത്, കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ദ, ഐ മീൻ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ വോട്ട് എവർ നമ്മൾ ഇത്ര ഓർത്താൽ മതി. വെൻ in the Wheatstone's bridge I can say R1/R2, if the resistors are following this ratio, R1/R2 is equal to R3/R4 or whatever, R1/R3 is equal to R2/RX. എങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ദ മിഡിൽ വൺ വിൽ ബി 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് റെസിസ്റ്റേഴ്സ് മാത്രമല്ല, ഈവൻ ഇനി കപ്പാസിറ്റേഴ്സും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക, അവരും ആ ഈ റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദ കറണ്ട് പാസിംഗ് ത്രൂ ദ മിഡിൽ വൺ വിൽ ബി 0 ആയിരിക്കും. യു ഗോട്ട് ഇറ്റ്?
വളരെ ഈസി ആയിട്ട് സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആ മൊമെന്റിൽ ലക്കി ആണെന്ന് പറയും. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ മിഡിൽ റെസിസ്റ്റർ അങ്ങ് ഇറേസ് ചെയ്ത് കളയുക. പിന്നെ ബാക്കിയുള്ള 2 റെസിസ്റ്റേഴ്സ് ഇൻ ദിസ് ഫിഗർ R1 ആൻഡ് R2 വിൽ ബി സീരീസ് ആൻഡ് R3 ആൻഡ് RX വിൽ ബി ഇൻ സീരീസ് ആയിരിക്കും. ആ 2 റെസിസ്റ്റർ കോമ്പിനേഷൻസ് പാരലൽ ആയിരിക്കും ഇൻ ഇഫക്റ്റ്. ഓക്കെ, സോ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ഈവൻ ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ഇൻ കപ്പാസിറ്റേഴ്സ്. ഓക്കെ അല്ലേ? യെസ്. സോ നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് റിലേറ്റഡ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. 12, 24 ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. 6, 12 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് R1 by R2 equal to R2 by R3 whatever. നിങ്ങൾ ഇവരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ഓർക്കും 12 divided by 24 is equal to 6 divided by 12. റേഷ്യോ കറക്റ്റ് അല്ലേ? സോ 1/2 1/2 വരും. സോ റേഷ്യോ സാറ്റിസ്ഫൈഡ് ആയി. ഇനി സമാധാനമുണ്ട്. ഇനി എന്തായിരിക്കും? കറണ്ട് പാസിംഗ് ത്രൂ ദ മിഡിൽ റെസിസ്റ്റർ വിൽ ബി 0 ആയിരിക്കും. സോ കറണ്ട് പാസിംഗ് ത്രൂ 20 ohm വിൽ ബി 0 ആയിരിക്കും. ഒന്നും ചെയ്യാനില്ല. സോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇത്ര വലിയൊരു സർക്യൂട്ട് കാണുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ജസ്റ്റ് ചെക്ക് ഇറ്റ്. R1 by R2 equal to R2 by R4 ആണോ ഒന്ന് ചെക്ക് ചെയ്യുക. ആഫ്റ്റർ ചെക്കിങ് ജസ്റ്റ് ഒന്ന് കറണ്ട് പാസിംഗ് ത്രൂ ആണെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, എപ്പോഴും 0 ആവില്ല. റേഷ്യോ കീപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൽ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. സോ ഐ ഹാവ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ നിറയെ ചാർജസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ വിൽ ബി 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാം. നമ്മുടെ ഗോസസ് ലോ തന്നെയാണ്. ഐ നോ Gauss's law equation എന്താ? So I know Gauss's law states that and the equation total flux is equal to total charge enclosed divided by epsilon 0, or I can say 1 by epsilon 0 times total charge enclosed എന്ന് നമ്മൾ പറയാം. So I can write phi is equal to or E dot phi എന്ന് പറഞ്ഞാൽ E dot A അല്ലേ? total flux equal to E dot A which is equal to Q by epsilon 0 എന്ന് കിട്ടും. ഇനി എനിക്ക് പറയാം, സപ്പോസ് ഈ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഇൻ മൈ സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിൽ ദർ ഈസ് നോ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. സർഫസിൽ ഇൻസൈഡ് ദ സർഫസ് എന്ന് വെച്ചാൽ പുറത്ത് മാത്രമേ ചാർജസ് ഉള്ളൂ, അകത്ത് ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ ഐ ക്യാൻ സേ ടോട്ടൽ ഫ്ലക്സ് വിൽ ബി 0 ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ വിൽ ബി 0 ആയിരിക്കും. ഇതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാം. So electrostatic shielding means vanishing of electric field inside the cavity of a conductor. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ, ഒരു മെറ്റാലിക് ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മൾ ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സേഫ് ടു സിറ്റ് ഇൻസൈഡ് എ കാർ ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് എന്നൊക്കെ പറയും. സോ അതിനോ കാർ എന്ന് പറയുന്ന ഒരു മെറ്റാലിക് ബോഡിയാണ്. സോ കാറൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, സോ കാർ എനിവേ ഒരു മെറ്റാലിക് ബോഡിയാണ്. ഈ മെറ്റാലിക് ബോഡിയുടെ സർഫസിൽ സപ്പോസ് ചാർജസ് ആർ ദെയർ, അങ്ങനെ ചാർജസ് ഒക്കെ ഉണ്ടെങ്കിലും ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മളോട് പറയുന്നത് നല്ല ഇടിയും മഴയൊക്കെ ഉള്ളപ്പോൾ ഒരു കാറിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നത് സേഫ് ആണ്. ഐ മീൻ പുറത്ത് വെറുതെ ഇറങ്ങി നിൽക്കുന്നതിനേക്കാളും സേഫ് ആണ് സേഫ് ടു സിറ്റ് ഇൻസൈഡ് എ കാർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് ഫാരഡേസ് കേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫാരഡേ ഒരു മെറ്റാലിക് കേജ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ സർഫസിൽ ഫുള്ള് ചാർജസ് ഒക്കെ പ്ലേസ് ചെയ്തു. ബട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സേഫ് ആയിരുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. So electrostatic shielding means vanishing of electric field inside the cavity of a conductor ആണ് electrostatic shielding. So ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. So I know the relation between electric field and potential. എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. നമ്മൾ പറയുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -dV/dx or dr or whatever. So ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. If electric field is 0, so electric field is 0, the dV/dx derivative 0 ആവുക means V will be a constant എന്ന് ഞാൻ പറയേണ്ടി വരും, റൈറ്റ്? സോ എപ്പോഴും നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. വോട്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പൊട്ടൻഷ്യലും 0 ആവാന്ന് തിങ്ക് ചെയ്യാം. ബട്ട് ഒരിക്കലും അല്ല. ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ, ചാർജ്ഡ് കണ്ടക്ടർ, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ബട്ട് പൊട്ടൻഷ്യൽ വിൽ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ
സർഫസിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നെയായിരിക്കും ഇൻസൈഡിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ. സോ വാട്ട് ഐ എം സെയിങ്, സോ സപ്പോസ് ഈ സർഫസിലെ പൊട്ടൻഷ്യൽ V ആണെന്ന് വെച്ചാൽ 1/4πε0 Q/r. ആ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇൻസൈഡിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ റെസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ്. Okay, so if I am considering a charged metallic body, the electric field inside it will be 0, and that is called electrostatic shielding. And potential at the surface, suppose potential at the surface will be V, then the value of potential will be constant inside the surface, and that value will be V itself. എല്ലാ പോയിന്റിലും നമുക്കറിയാം പൊട്ടൻഷ്യൽ ആക്ച്വലി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ബട്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ അതൊന്നുമില്ല, ജസ്റ്റ് എന്തായിരിക്കും എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും റെസ്പെക്റ്റീവ് ഓഫ് ദി ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? യെസ്. സോ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മെറ്റാലിക് ബോഡി ഞാൻ കൺസിഡർ ചെയ്തു. ആ മെറ്റാലിക് ബോഡിക്ക് ഒരു സപ്പോസ് ഒരു ക്യാവിറ്റി കൺസിഡർ ചെയ്തു. സോ ഐ ഹാവ് എ മെറ്റാലിക് ബോഡി, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് പ്ലേസ് ചെയ്തു. ഇതൊരു മെറ്റാലിക് ബോഡിയാണ്. ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്യൂ ടു ഇൻഡക്ഷൻ ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും, റൈറ്റ്? അങ്ങനെ നെഗറ്റീവ് ചാർജസ് നമുക്കറിയാം ഡിസ്റ്റൻസ് അവർ കണ്ടക്ഷൻ അല്ല ഇൻഡക്ഷൻ ആണ്. ചാർജ് ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതിനൊരു ചാർജ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. മൂവിങ് ഓൺ, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി കണ്ടക്ടിങ് സർഫസ്. കറക്റ്റ് ആണ്. ഫോർ ഇഫ് ഐ എം കൺസിഡറിങ് എ ചാർജ്ഡ് കണ്ടക്ടർ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, ആൻഡ് ദാറ്റ് ഇസ് പെർഫെക്റ്റ്. കറക്റ്റ് ആണ്. If the charge is placed inside a cavity of the conductor, then the induced charge appears on the cavity wall. Correct ആണ്. അതിൻ്റെ ക്യാവിറ്റി വോളിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ക്യാവിറ്റി വോൾ ആയിരിക്കും ചാർജസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇഫ് ദി ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് എ കണ്ടക്ടർ, ഇങ്ങനെ ഒരു ചാർജ്ഡ് ഒരു കണ്ടക്ടർ ഉണ്ട്, ഇവിടെ ഞാനൊരു ചാർജ് പ്ലേസ് ചെയ്തു, അവിടെ ഞാനൊരു ചാർജ് പ്ലേസ് ചെയ്ത ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യൂല. So cavity, then the induced charge does not appear on the wall of the conductor. ഈ ഒരു ഇൻസൈഡ് റീജിയൻ ഇവിടെ ചാർജസ് ഒന്നും അക്യുമുലേറ്റ് ചെയ്യില്ല. സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് അല്ലേ? കണ്ടക്ടറിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ പോയിന്റ്സും കറക്റ്റ്. ആൻഡ് ഓൾസോ ഇൻ ദ പ്രീവിയസ് സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഫ് ഐ ഹാവ് എ കണ്ടക്ടർ, ഇങ്ങനെ ഒരു തിക്ക് കണ്ടക്ടർ ഒക്കെ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഇൻസൈഡ് ദ ബോഡി ഓഫ് എ കണ്ടക്ടർ ചാർജസ് വിൽ ബി, ചാർജ് 0 ആയിരിക്കും. ചാർജ് ഓൾവേസ് അക്യുമുലേറ്റ്, കണ്ടക്ടർ ആണെങ്കിൽ ചാർജ് ഓൾവേസ് അക്യുമുലേറ്റ് ഓൺ ദി സർഫസ് ആയിരിക്കും. ഓക്കെ, ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ നമുക്ക് ചാർജ് എവിടെ വേണേൽ കൊണ്ട് പ്ലേസ് ചെയ്യാം. ബട്ട് ഇഫ് ഐ എം കൺസിഡറിങ് എ കണ്ടക്ടർ, ചാർജ് വിൽ ബി അക്യുമുലേറ്റിംഗ് ഓൺ ദി സർഫസ് ആയിരിക്കും. അങ്ങനെ ചാർജ് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. എനിക്ക് വളരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ ഇഷ്ടമായിരുന്നു, ഇതെന്താ സംഭവം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇക്വേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു -dV/dl. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -dV/dl അല്ലെ dx എന്നൊക്കെ എഴുതാറുണ്ട്. സോ ഇനി നമുക്കൊരു പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറിലാണ് dr ഓ dx ഓ വോട്ടെവർ. സോ ഒരു പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സ് വൈ ഇസഡിൻ്റെ ഒക്കെ ടേംസിലുണ്ട്, നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ആ കേസിൽ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു, നിങ്ങൾ ഡോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഡോ അല്ല, ഇവിടെ നമ്മുടെ ∂V/∂x ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ∂V/∂y ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ∂V/∂z ഇൻറ്റു കെ ക്യാപ് എന്നൊരു സംഭവം പഠിച്ച ഓർമ്മയുണ്ടോ? ജസ്റ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. നിങ്ങളിപ്പോൾ അയ്യോ ഞാൻ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടില്ല എന്നൊന്നുമില്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും, ഇപ്പോൾ ക്ലിയർ ആയിക്കോളും, വലിയ കോംപ്ലിക്കേറ്റഡ് തിങ് ഒന്നുമല്ല. സോ ആക്ച്വലി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ, ആൻഡ് ഐ എം കോപ്പി ദിസ് സെൻറ്റൻസ് ഫ്രം NCERT ബിക്കോസ് NCERT എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദി ഡിറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിക്രീസസ് സ്റ്റീപ്പസ്റ്റ്. ഇത് NCERTയുടെ ഒരു ഫേവറേറ്റ് സെൻറ്റൻസ് ആണെന്ന് പറയാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതൊരു ഏരിയയിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? സോ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിന്റ്സാണ് പറയുന്നത്, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. സോ വോട്ട് എവർ, ഇത് എങ്ങനെയാണ് ഈ ഒരു പോയിന്റിലേക്ക് വന്നത്? ഐ മീൻ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ, സോ സപ്പോസ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇഫ് ഐ ഹാവ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റെ കയ്യിലുണ്ട്.
ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഞാൻ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ അതിനെ റിലീസ് ചെയ്തു, വിട്ടു. സോ ഐ നോ പോസിറ്റീവ് ചാർജ് ആണ് വിൽ മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ നമ്മുടെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് മൂവ് ചെയ്യും. സോ ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസിങ്, റൈറ്റ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് തന്നെ പോകും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. സോ ഐ ക്യാൻ സേ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ്, റൈറ്റ്? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യണേ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കണം, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ ഒബ്വിയസ്ലി ഐ ക്യാൻ സേ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. So when a charge is moving in the direction of electric field, its kinetic energy increases, a positive charge. So I should say positive charge. When a positive charge is moving in the direction of electric field, the velocity or kinetic energy of the positive charge increases. When kinetic energy increases, potential energy decreases. So when potential energy decreases, I am sure that potential will also decreases. So when a charge is moving in the direction of electric field, its potential decreases, or potential decreases steepest. Potential കുറഞ്ഞുകൊണ്ടിരിക്കും. You got the sentence? Okay അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അതിൻ്റെ റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന റീസൺ ഞാൻ കുറേ തിങ്ക് ചെയ്തിട്ടുണ്ട് പണ്ട് പഠിക്കുന്നൊക്കെ ടൈമിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതെന്ന് അറിയാനായി. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ്സ്. So kinetic energy increases, potential energy decreases. When potential energy decreases, potential will also decreases. Okay അല്ലേ? Yes. Yeah. So നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഇൻ സ്പേസ് ഈസ് ഗിവൺ ബൈ ഒരു പൊട്ടൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഈവൻ ഡിഫറൻസിയേഷൻ ഒന്നും അറിയാത്തവർക്കും നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. The x component of electric field at a point 10110 is okay അല്ലേ? So I know electric field is equal to minus dv by dx ആണ് ബേസിക് ഇക്വേഷൻ. ആൻഡ് ഇങ്ങനെ ഒരു എക്സും വൈയും ഇസഡിൻ്റെയും ടേംസിൽ ഒരു ഇക്വേഷൻ കൊടുത്താൽ ഞാൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യും. മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ ക്യാപ്, ഐ ഓൾറെഡി റിട്ടൺ ദ ഇക്വേഷൻ, പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ് plus dou v by dou z into k cap, dou z into k cap, right? So നമ്മൾ ആ ഫംഗ്ഷനെ മൊത്തത്തിലൊന്ന് നോക്കുക. ഓക്കെ, എക്സിന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ് കോമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഈ ഫംഗ്ഷൻ്റെ ഈ ഒരു പാർട്ട് മാത്രമാണ് എന്നോട് ക്വസ്റ്റ്യന് ചോദിക്കുന്നത്, ഇത്ര മാത്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് ചെയ്യേണ്ടി വന്നേനെ. ബട്ട് ഇവർ പറയുന്നുണ്ട് എക്സ് കോമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്നാണ് പറയാം. എക്സ് കോമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഇനി അത് മാത്രം നോക്കിയാൽ മതി. സോ ഐ ക്യാൻ റൈറ്റ് മൈനസ് ഡോ ബി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ക്വസ്റ്റിന് എല്ലാ കേസിലും ഇങ്ങനെയല്ല, ഇവിടെ ക്വസ്റ്റിന് നമ്മളോട് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? സോ ഇവിടെ ഡോ വി ബൈ ഡോ എക്സ് ഞാൻ ചെയ്യാൻ പോകും. എക്സിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് എന്ന് പറയും എക്സിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ കോൺസ്റ്റൻസ് ആയിരിക്കും. സോ ഫസ്റ്റ് ടേം ഞാൻ കൺസിഡർ ചെയ്തു 6xy. അതിൽ എക്സ് വേരിയബിൾ ആണെങ്കിൽ വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 6y എന്നായിരിക്കും. എനിക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ്, സോ മൈനസ് ഉണ്ട്, മൈനസ് 6xyയിൽ 6y കോൺസ്റ്റൻ്റാണ്. സോ കോൺസ്റ്റൻറ്റിനെ എനിക്ക് ഡിഫറൻഷ്യലിൻ്റെ പുറത്തെടുക്കാം. 6y ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ്, അത് 1 അല്ലേ? ഓക്കെ അല്ലേ? സോ പ്ലസ് ഇനി സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആയിരുന്നു, ഫൈൻ. മൈനസ് 4y² കോൺസ്റ്റൻ്റാണ്, വേരിയബിൾ അവിടെ എക്സാ, y² ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ്, അതും 1. തേർഡ് ടൈമിൽ ഡോ വൈ സെഡിൻ്റെ അകത്ത് എക്സ് ഇല്ല, എക്സ് ഇല്ലെങ്കിൽ അത് മൊത്തം കോൺസ്റ്റൻ്റാണ്. മൊത്തം കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യൽ വിൽ ബി 0 ആയിരിക്കും. സോ ഐ എം ഗെറ്റിംഗ് ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആണ്. സോ ഐ എം ഗെറ്റിംഗ് മൈനസ് ഓഫ് 6y മൈനസ് 4y² എന്ന് കിട്ടുകയാണ്. ഓക്കെ, സോ വൈയുടെ ടേം y 1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഐ എം ഗെറ്റിംഗ് കോർഡിനേറ്റ് കൊടുത്തിട്ടില്ലേ, വൈയുടെ വാല്യൂ 1, x1 y1, x ഒന്നും വേണ്ട, 6 മൈനസ് 4 എന്ന് കിട്ടും. 6 മൈനസ് 4 ഈസ് 2. സോ ഐ എം ഗെറ്റിംഗ് മൈനസ് 2. ഇവിടെ ഒരു ഐ ക്യാപ്പ് ഉണ്ടായിരുന്നു, സോ ഐ മിസ്ഡ് ഇറ്റ്. സോ മൈനസ് 2 ഐ ക്യാപ്പ് നമുക്ക് ആൻസർ കിട്ടുകയാണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള വൈ ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഇനി അതേപോലെ വൈയിലാണ് ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ വൈ മാത്രം വേരിയബിൾ, എക്സും ഇസഡും ബാക്കിയൊക്കെ എന്തായിരിക്കും, കോൺസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? യെസ്.
So moving on, next is our parallel plate capacitor ആണ്. You know parallel plate capacitor means capacitor is basically energy storage device ആണ്. കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുക, നമുക്കറിയാം ഫാനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഫാനിൻ്റെ ഒക്കെ സ്പീഡ് കുറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറയുന്നത് കപ്പാസിറ്റർ മാറ്റാറായെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? കപ്പാസിറ്റർ ഈവൻ കുഞ്ഞു കുഞ്ഞു കപ്പാസിറ്റർ നമ്മുടെ ഇലക്ട്രിക്കൽ ടോയ്സിലൊക്കെ ഉണ്ട്, പിള്ളേരുടെ ടോയ്സ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ നമുക്ക് കപ്പാസിറ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് എനർജി ഓർ ചാർജസ് ആണ്. ഒരു കപ്പാസിറ്ററിൻ്റെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടേം നോ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. കപ്പാസിറ്റൻസ് ആ ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്ററിൻ്റെ കേസിലെ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഓർ ഐ ക്യാൻ സേ നമ്മൾ ഓംസ് ലോ പറഞ്ഞില്ലേടാ ക്യൂ പ്രപ്പോർഷണൽ ഐ പ്രപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞ ആ സെയിം ലോജിക്കിൽ ഇവിടെ ക്യൂ പ്രപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യുക. സോ ഐ ക്യാൻ റൈറ്റ് ക്യൂ പ്രപ്പോർഷണൽ ടു വി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞെടുത്തിട്ട് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ 2 മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്. ആ മെറ്റാലിക് പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. ആ കേസിലെ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D ആയിരിക്കും ഇഫ് air or vacuum is the medium. Air or vacuum is in between the plates. ഇനി അതല്ല, ഞാനിവിടെ ഒരു മീഡിയം പ്ലേസ് ചെയ്യുക ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, നമ്മളൊരു മീഡിയം ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇതിന് മുന്നേ ഞാനൊരു മീഡിയത്തിൻ്റെ കേസ് പറഞ്ഞായിരുന്നു, 2 പോയിന്റ്സ് പറഞ്ഞായിരുന്നു. നമ്മുടെ കൂളോം ഫോഴ്സ് ഡിക്രീസസ് വെൻ ദ മീഡിയം ഈസ് ഫിൽഡ് എന്ന് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ കപ്പാസിറ്റൻസ് വരുമ്പോഴേക്കും എവിടെയാണോ എപ്സിലോൺ 0 അതിൻ്റെ കൂടെ വേണം നിങ്ങൾ ആ കോൺസ്റ്റൻറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എപ്സിലോൺ 0 KA/D എന്ന്. സോ ഹിയർ മീഡിയം ഫില്ല് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. So if I am placing the charges or in between the plates, if a medium is filled, capacitance increases. Okay alle? Yes. സോ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ഉണ്ട്. നിങ്ങൾ എന്താണോ റെസിസ്റ്റേഴ്സിൽ പഠിച്ചത് അതിൻ്റെ നേരെ തിരിച്ചുള്ളൊരു റിവേഴ്സ് കേസാണ്. അവിടുത്തെ സീരീസിൻ്റെ ഇക്വേഷൻ ഇവിടെ പാരലിനായിരിക്കും വരിക. സോ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആണ്. ഐ ക്യാൻ റൈറ്റ് 1/C ഇഫക്റ്റീവ് ഈക്വൽ ടു 1/C1 + C2 ആണ്. സോ ഇത് C1 ആണ്, ഇത് C2 ആണ്. സോ 1/C ഇഫക്റ്റീവ് ഈക്വൽ ടു 1/C1 + C2 ആണ്. സിമിലർലി വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഐ നോ C1 C2 ആയിരിക്കും. ഇത് വോൾട്ടേജ് ആണ്. സോ C ഇഫക്റ്റീവ് ഈക്വൽ ടു പാരലൽ ആണ് നമ്മുടെ അവിടുത്തെ സീരീസിൻ്റെ ഇക്വേഷൻ. C effective equal to C1 + C2 ആയിരിക്കും. Yeah. So നമ്മുടെ next question, a capacitance of a capacitor with dielectric slab of dielectric constant is 3 is 6. That means capacitance ന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് C is equal to I know K epsilon 0 A/D. ഇവരെ മീഡിയം ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കൊടുത്തത്. സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസ് ഈസ് 6 മൈക്രോഫാരഡ് ആൻഡ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് 3 എന്ന് തന്നിട്ടുണ്ട്. മീഡിയം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മീഡിയം റിമൂവ് ചെയ്താൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്? സോ മീഡിയം റിമൂവ് ചെയ്ത കപ്പാസിറ്റൻസിനെ ഞാൻ C1 എന്ന് കൊടുത്തു. സോ വാട്ട് ഐ എം ഗെറ്റിംഗ്, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ C1 = 2 മൈക്രോഫാരഡ് എന്ന് കിട്ടും അല്ലേ? ഒക്കെ മനസ്സിലായോ? മീഡിയം വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. ഓക്കെ, സോ മീഡിയം കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. മീഡിയം വന്നു കഴിഞ്ഞാൽ C = KC0 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? C' = KC0 ഒന്നും വേണ്ട, ജസ്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഒരുപാട് ഇക്വേഷൻ ഒന്നും വേണ്ട. സോ നിങ്ങൾ എന്താണോ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക. C = K epsilon 0 A/D. സിയുടെയും കെയുടെയും ഒക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യുക, 2 കിട്ടും. 2 = C1ൻ്റെ വാല്യൂ. ഐ മീൻ വെൻ ഡയലക്ട്രിക് ഈസ് റിമൂവ്ഡ് കപ്പാസിറ്റൻസ് ബിക്കം 2 മൈക്രോഫാരഡ്. ഓക്കെ അല്ലേ? Yes. So moving on to our next question, dipole ആണ്. നമ്മൾ ഡൈപോളിൻ്റെ കേസൊക്കെ പറഞ്ഞായിരുന്നു. ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ നോ ഡൈപോൾ വിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് ഫോഴ്സസ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്ത് നമ്മുടെ ഇതിപ്പോൾ സപ്പോസ് എൻ്റെ ഡൈപോൾ ആണെന്ന് വെച്ചോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫോഴ്സ് ഇതിനെ ഈ ഡയറക്ഷൻ അപ്വേർഡ് ആക്ട് ചെയ്യണം സപ്പോസ്, ഇവിടെ ഒരു ഫോഴ്സ് ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയി. ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിൽ ട്രൈ ടു റൊട്ടേറ്റ് ഇറ്റ്. സോ റൊട്ടേറ്റ് ചെയ്യണം, ഐ ഹാവ് ടു സേ ദർ ഇസ് എ ടോർക്ക് ആൻഡ് ദ ടോർക്ക് ഈസ് ഈക്വൽ ടു P × E ആണ്.
ഇതിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിസത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ടോർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ടോർക്ക് അല്ലെങ്കിൽ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, M cross B എന്നൊക്കെ പറഞ്ഞ് ഒന്ന് റിവൈസ് ചെയ്തു. ഇതിന് സിമിലർ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E, വേർ P നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്, ഈ ഇലക്ട്രിക് ഫീൽഡുമാണ്. നെറ്റ് ചാർജ് എത്രയായിരിക്കും, ഐ മീൻ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഡൈപോൾ എക്സ് പി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ, സോ യൂണിഫോം ആണ്, ക്യാൻസൽ ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അലോങ് ദി ആക്സിൽ ആൻഡ് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. സോ എനിക്കൊരു ഡൈപോൾ ഉണ്ട്, സോ ദിസ് ഈസ് പോസിറ്റീവ് ക്യൂ ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ് ക്യൂ. ഐ ഹാവ് എ ഡൈപോൾ. ഈ ഡൈപോളിൻ്റെ അലോങ് ദി ആക്സിസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു ഡെറിവേഷൻ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഷോർട്ട് ഡൈപോളിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് 1/4πε0 2p/r³ ആയിരിക്കും. വേർ ആർ എന്ന് പറയുന്നത് സപ്പോസ് ഈ പോയിന്റ് ആക്സിസിൽ ഞാൻ ഈ പോയിന്റ് കൺസിഡർ ചെയ്ത് എ ആക്സിസ് എന്ന് കൊടുക്കുക അല്ലേ, ഈ ആക്സിസ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ആണെങ്കിൽ ഫ്രം ദി സെൻറ്റർ ദ ഡിസ്റ്റൻസ് ഈസ് ആർ, സെൻറ്ററിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³ എന്ന് വരും. Same way, suppose I am considering a point on the equatorial plane, I mean perpendicular plane consider ചെയ്ത electric field on the equatorial plane will be, ഇവിടെ ഒരു നെഗറ്റീവ് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. വൈ ഐ എം പുട്ടിങ് നെഗറ്റീവ്, ബിക്കോസ് ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരിക. Okay, so along the axis ആണ് I can write electric field equal to 1/4πε0 2p/r³ വരും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡൈപോൾ വെക്ടറിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. ബട്ട് ഇൻ പെർപെൻഡിക്കുലർ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു 1/4πε0 p/r³, ഓർ എൽസ് ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ 1/4πε0 p/r³ എന്ന് വരും. ഈ നെഗറ്റീവ് സൈൻ ലെസൺ നെഗറ്റീവ് സൈൻ വരാൻ കാരണം ഈ പി വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതുകൊണ്ടാണ് ആ നെഗറ്റീവ് വന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു ആർബിട്രറി പോയിന്റ്, ഒരു ഡൈപോളിൻ്റെ ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ്, സോ ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഒരു ഡൈപോളിൻ്റെ ഒരു ആർബിട്രറി പോയിന്റ് എവിടെയെങ്കിലും ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഇറ്റ്സ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. സോ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് p/4πε0r³ ഇൻറ്റു 3 cos square theta plus 1 എന്നുള്ളൊരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് ദി ആക്സിസ്, പെർപെൻഡിക്കുലർ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആൻഡ് ആർബിട്രറി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് തീറ്റ ആംഗിൾ വരുന്നു. ഓക്കെ അല്ലേ? സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഷോർട്ട് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് പി അറ്റ് എ പോയിന്റ് ക്യൂ ഈസ് ഷോൺ ബിലോ. ഓക്കെ, സോ ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഒരു ഡൈപോൾ ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. സോ നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഡൈപോൾ വെക്ടർ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ കാൽക്കുലേറ്റ്, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഈക്വൽ ടു p/4πε0 r³ ഇൻറ്റു √of 3 cos square theta plus 1, right? So I can write p/1/4πε0 ഇവർ k എന്ന് കൊടുത്തിട്ടുണ്ട്, സോ kp എന്ന് കൊടുക്കുക, kp ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു √of 1 പ്ലസ് ഇവിടെ cos 60 അല്ലേ, cos 60 1/2, ഐ എം സോറി 1 പ്ലസ് 3 cos square theta, cos 60യുടെ വാല്യൂ 3 ഇൻറ്റു 1/4 എന്ന് വരും, റൈറ്റ്? 1/2 ആ cos 60, സ്ക്വയർ വരുമ്പോൾ 1/4. So what I am getting 3/4 plus 1, so I am getting kp divided by r³ into 4 plus 3 7 വരും, √7/4 എന്ന് വരും. √7/4 വരുമ്പോൾ √7 അവിടെ കീപ്പ് ചെയ്ത് 2 പുറത്തെടുത്ത് നമ്മുടെ what will be our option, √7 kp divided by 2 r³ എന്ന് ആൻസർ കിട്ടാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറൊന്നുമില്ല. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ, പെർസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു നമ്പർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ ഏറ്റവും നന്നായിട്ട്, ഈ ചാപ്റ്റേഴ്സ് മാത്രമല്ല എല്ലാ ചാപ്റ്ററും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ബട്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാം ക്ലിയർ ആക്കി, ഓരോ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പഠിക്കാമെന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ല വെറുതെ ഇങ്ങനെ റാൻഡം ആയിട്ട് എക്സാമിന് വേണ്ടി ജസ്റ്റ് നെക്സ്റ്റ് കമ്മിങ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട. സോ ഇനി പഠിക്കുന്ന എല്ലാ പോയിന്റ്, ഈവൻ ഒരു ഇക്വേഷനാണ്, അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും പഠിക്കുക. ഏറ്റവും നന്നായിട്ട് എക്സാമിനെ കാണുക. ഓക്കെ അല്ലേ? സോ താങ്ക് യു ഓൾ, ബൈ ബൈ.